بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിതാബുൽ ഈമാനുമായി ബന്ധപ്പെട്ട ഹദീസ് ജിബ്രീലിൻ്റെ പഠനത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ജിബ്രീൽ, അതിൻ്റെ തുടക്കഭാഗം കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ രംഗപ്രവേശനം മുതൽ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒന്നാമത്തെ ചോദ്യം, യാ മുഹമ്മദ് മൽ ഈമാൻ, മുഹമ്മദേ എന്താണ് ഈമാൻ എന്ന് എനിക്ക് പഠിപ്പിച്ചു തരൂ എന്നതായിരുന്നു. എന്താണ് ഈമാൻ എന്നും വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഈമാനിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ എന്താണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വബിലിഖാഇഹി വബിറുസുലിഹി വതുഅ്മിന ബിൽ ബഅസ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വബിലിഖാഇഹി വബിറുസുലിഹി വതുഅ്മിന ബിൽ ബഅസ്. നമ്മളൊക്കെ വളരെ ചെറുപ്പം മുതൽ സ്കൂളിലും മദ്രസകളിലും പോകുന്നതിന് മുമ്പ് തന്നെ വീടുകളിൽ നിന്ന് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ വീട്ടുകാർ നമ്മളെ പഠിപ്പിച്ച ഈമാൻ കാര്യം 6 എന്ന ആ പഴയ ഈമാൻ കാര്യങ്ങൾ, ഏത് ഉറക്കത്തിൽ വിളിച്ചുണർത്തി ഈമാൻ കാര്യങ്ങൾ എത്രയാണ് അതൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം കണ്ണടച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന 6 ഈമാൻ കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്ക് ജിബ്രീലിന് മറുപടി കൊടുക്കുന്നത്. അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക. വബിറുസുലിഹി, അള്ളാഹുവിൻ്റെ അംബിയാക്കളിൽ വിശ്വസിക്കുക. വ മലായികത്തിഹി, അള്ളാഹുവിൻ്റെ മലായികത്തുകളിൽ വിശ്വസിക്കുക. വ ഒബികുതുബിഹി, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം. ഇങ്ങനെ 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങളാണ് മൽ ഈമാൻ എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകുന്നത്. ഇതിൽ ഓരോ ഭാഗങ്ങളായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുകയാണ്. ലോകത്ത് പല രൂപത്തിലുള്ള വിഭിന്നങ്ങളായ അറിവുകളുണ്ട്. അറിവിൻ്റെ മേഖലകൾ വളരെ വിശാലമായി പരന്നു കിടക്കുകയാണ്. അറിവിൻ്റെ മേഖലകളെക്കുറിച്ച് ചോദിച്ചാൽ വാ തോരാതെ എത്ര സമയവും നമുക്കൊക്കെ സംസാരിക്കാൻ പറ്റും.
ഏതാണ് ഏറ്റവും ഉയർന്നത്, ഏറ്റവും താഴ്ന്നത് ഏതാ, ഏറ്റവും ഉന്നതമായ ഗ്രേഡിലേക്ക്, ഏറ്റവും ഉന്നതമായ പോസ്റ്റുകളിലേക്ക് എത്താൻ പറ്റുന്ന ജോലി ഏതാണ്, അറിവ് ഏതാണ് എന്നൊക്കെ നമുക്കറിയാം. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ഇൽമ് എന്നുള്ളത് ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ് അല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്ത്യൻ ഫോറിൻ സർവീസുകളല്ല. നമ്മൾ അറിയേണ്ട ഏറ്റവും ഉന്നതമായ അറിവ് എന്നുള്ളത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആൻ 47-ാമത്തെ അധ്യായം സൂറത്തുൽ മുഹമ്മദിന്റെ 19-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. നീ അറിയണം. എന്താ അറിയേണ്ടത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ല എന്ന വിവരം നീ അറിയണം. അതാണ് ഏറ്റവും ഉന്നതമായ അറിവ്. അവിടെയാണ് അൽ ഈമാനു ബില്ല എന്ന ഭാഗം കടന്നു വരുന്നത്. ശർഈയായ രൂപത്തിൽ നമ്മൾ അറിവിനെ പരിശോധിക്കുമ്പോൾ, അറിവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് രണ്ടാക്കി തിരിക്കാറുണ്ട്. ഒന്ന് ഫർള് ഐനും മറ്റൊന്ന് ഫർള് കിഫായയും. ചില കാര്യങ്ങൾ എല്ലാവരും പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഫർള് ഐൻ, നമസ്കാരത്തെക്കുറിച്ച് വിശ്വാസിയാണോ ഷഹാദത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ തൂണാണ് നമസ്കാരം എന്നുള്ളത്. അപ്പോൾ ആ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും കൃത്യമായി പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അതിൽ ചൊല്ലേണ്ട പ്രാർത്ഥന എങ്ങനെയാണ്, അതിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്, സുജൂദിൽ ഏതൊക്കെ അവയവങ്ങൾ നിലത്ത് സ്പർശിക്കണം, എങ്ങനെയായിരിക്കണം റുക്കൂ, അത്തഹിയാത്തിലേത് പ്രാർത്ഥന ചൊല്ലണം, സലാം വീട്ടേണ്ടത് എങ്ങനെ, ഇതൊക്കെ സമൂഹത്തിൽ ആരെങ്കിലും പഠിച്ചാൽ പോരാ. മതപരമായി നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ പഠിച്ചാൽ പോരാ. ഇത് ഓരോ വിശ്വാസിയും അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമെന്നോണം അവർ പഠിക്കേണ്ടതാണ്. നോമ്പ് എന്താണ്, നോമ്പ് എങ്ങനെയാണ്, നോമ്പ് എപ്പോൾ തുടങ്ങണം, നോമ്പ് എപ്പോൾ അവസാനിപ്പിക്കണം, നോമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, നോമ്പ് എപ്പോഴാണ് ബാത്തിലാവുക, നോമ്പ് എപ്പോഴാണ് മുറിഞ്ഞു പോവുക, ഇതെല്ലാം ഓരോ വിശ്വാസിയും പഠിക്കേണ്ട കാര്യം. അത് ഫർള് ഐന. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നത്. എന്നാൽ ഫർള് കിഫായ, മയ്യത്ത് നമസ്കാരം, മയ്യത്തുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, മയ്യത്ത് കുളിപ്പിക്കൽ, മയ്യത്ത് മറമാടൽ, ഇത് എല്ലാവരും പഠിക്കണമെന്നില്ല. അഥവാ ഫർള് ഐനായ ഒരു കാര്യം ഒരു സമൂഹത്തിൽ ആരെങ്കിലും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആരും കടന്നു വരാതിരിക്കുകയും ആ മയ്യത്തിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ആ സമൂഹം മുഴുവൻ കുറ്റക്കാരായി മാറും. ആ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങൾ അതിന് കുറ്റക്കാരാ. എന്നാൽ അവരിൽ നിന്ന് ഒരാൾ മാത്രം വന്ന് ആ മയ്യത്തിനെ കുളിപ്പിക്കുകയും ആ മയ്യത്തിനെ കഫൻ ചെയ്യുകയും ആ മയ്യത്തിനെ മറമാടുകയും ചെയ്താൽ ആ സമൂഹം മുഴുവൻ എന്ത് ചെയ്യും? ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും. അതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് ഫർള് കിഫായിൽ പെടുക എന്നുള്ളത്. ഇപ്പൊ ഭാഷ പഠിക്കുക, ഖുർആനിന്റെ ഭാഷയാണ് ഖുർആൻ, ലുഅത്തുൽ ഖുർആൻ. ഭാഷ പഠിക്കുന്നത് എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമല്ല, വേണമെങ്കിൽ പഠിക്കാം. മയ്യത്ത് കുളിപ്പിക്കൽ എല്ലാവർക്കും പഠിക്കാം, പഠിച്ചാൽ ഖൈർ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ മയ്യത്ത് നമുക്ക് തന്നെ കുളിപ്പിക്കാം. അതല്ലെങ്കിൽ അതിന് നമ്മൾ ആ സമയത്ത് വേറെ ആളെ തേടി നടക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും ഇപ്പോൾ ഉസൂലുൽ ഫിഖ്, നമ്മൾ ഹദീസാണ് പഠിക്കുന്നത്, ഹദീസുമായി ബന്ധപ്പെട്ട് ഉസൂലുൽ ഫിഖ്, ഉസൂൽ ഹദീസൊക്കെ ഉണ്ട്, അതിൻ്റെ നിദാന ശാസ്ത്രങ്ങൾ. അത് സമൂഹം മുഴുവൻ എല്ലാവരും ഉസൂൽ ഹദീസും ഉസൂൽ ഫിഖും പഠിക്കണം നിർബന്ധമില്ല. എന്നാൽ ഫിഖ് നമ്മളെല്ലാവരും പഠിക്കണം. കർമ്മങ്ങളാണ് ഫിഖിൽ വരുന്നത്, അത് നമ്മളൊക്കെ പഠിക്കണം. അതിൻ്റെ രൂപവും അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. പക്ഷേ അതിൻ്റെ നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമ്മളെല്ലാവരും പഠിക്കണമെന്നില്ല. ഇതാണ് അറിവുമായി ബന്ധപ്പെട്ടത്. ഈ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇൽമിനെയാണ് നമ്മളവിടെ വിശദീകരിച്ചത്. ഇനി ഈ ഹദീസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള
വിശ്വാസം, അള്ളാഹുവിനെ അംഗീകരിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനമായും 2 ആയത്തുകളിൽ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 177-ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമലായികതിഹി വകുതുബിഹി വനബിയ്യീൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നന്മ എന്നത് കിബിലക്ക് അഭിമുഖമായി സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ കിബിലക്ക് അഭിമുഖമായി തിരിഞ്ഞു നിൽക്കുക എന്ന് മാത്രമല്ല നന്മ. ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുക, അങ്ങനത്തെ പ്രവർത്തനം ചെയ്യുക മാത്രമല്ല നന്മ. വലാകിന്നൽ ബിർറ, എന്നാൽ ബിർറ് എന്നുള്ളത്, നന്മ എന്നുള്ളത് എന്താ? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമലായികതിഹി വകിതാബിഹി വന്നബിയ്യീൻ. അല്ലാഹുവിലുള്ള വിശ്വാസം, വൽ യൗമിൽ ആഖിർ, യൗമിൽ ആഖിറിലുള്ള വിശ്വാസം, വമലായികതിഹി, അവൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം, വകിതാബിഹി, അവൻ്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, വന്നബിയ്യീൻ, അവൻ്റെ നബിമാരിലുള്ള വിശ്വാസം. ഇതെന്താണ്? നന്മ എന്നാണ്. വെറുതെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞ് നിസ്കരിക്കലോ പ്രവർത്തിക്കലോ മാത്രമല്ല നന്മ. വലാകിന്നൽ ബിർറ അൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആ 5 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ തന്നെ 285-ാമത്തെ ആയത്ത് നമുക്കെല്ലാം സുപരിചിതമായ ആമന റസൂൽ എന്ന് തുടങ്ങുന്ന, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി കുല്ലും ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി എന്ന് തുടങ്ങുന്ന ആമന റസൂൽ എന്ന വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല കാര്യം നമ്മളെ പഠിപ്പിക്കും. എന്താണ് ആമന റസൂൽ? ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി, തൻ്റെ റബ്ബിൽ നിന്ന് ഇറക്കിയ കാര്യങ്ങളിൽ ആര് വിശ്വസിച്ചിരിക്കുന്നു? റസൂല് വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂന കുല്ലും ആമന ബില്ലാഹി വമലായികതിഹി, മുഅ്മിനുകളും എന്തിൽ വിശ്വസിച്ചിട്ടുണ്ട്? ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി. മുഴുവൻ മുഅ്മിനുകളും സത്യവിശ്വാസികളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് എന്നത് ഭാഗവും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈമാനു ബില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു ഉണ്ട്, നമുക്ക് അള്ളാഹു ഇല്ല എന്ന കാര്യത്തിൽ അഭിപ്രായമുള്ള ആരും നമ്മളെ കൂട്ടത്തിലില്ല. അള്ളാഹു ഉണ്ട്, അതൊരു സത്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈമാനുമായി ബന്ധപ്പെട്ട തസ്ദീഖും ബിൽ ഖൽബ് നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹു ഉണ്ട് എന്ന് ഹൃദയം കൊണ്ട് ഉറപ്പിച്ചാൽ മാത്രം ഈമാൻ പൂർത്തിയാകൂല എന്ന് നമ്മൾ പറഞ്ഞു. അവിടെയാണ് ഖൗലും ബിൽ ലിസാൻ അമലും ബിൽ ജവാരിഹ് യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ എന്ന ഭാഗം നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമാണോ അള്ളാഹുവിലുള്ള വിശ്വാസം? അല്ല. അപ്പൊ അള്ളാഹു ഇല്ല, ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ ആളുകളും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന വിഭാഗങ്ങളും നമ്മുടെ നാടുകളിൽ നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ്. അവരറിവില്ലാത്തവരാണോ? അല്ല. സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ പങ്കുവഹിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ആ കൂട്ടത്തിലുള്ളത്. അല്ലെ, ഒരു സംഭവം ഓർമ്മ വരുന്നത് EK നായനാരാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരു പത്രക്കാരുമായിട്ട് ഏറ്റവും വലിയ കേരളത്തിൽ അറിയപ്പെട്ട മാർക്സിസ്റ്റ് ആചാര്യനാണ് EK നായനാർ. ഇയാൾ EMS ആണല്ലേ, EMS നമ്പൂതിരിപ്പാടാണ്, EK നായനാരല്ല. EMS നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ആചാര്യനായിരുന്നു. പത്രക്കാര് വല്ലാണ്ട് ചോദ്യം ചോദിച്ച് പ്രയാസപ്പെടുത്തിയപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞു? ഇതൊക്കെ മുകളിലൊരു ആള് കാണുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു ഓർമ്മ വേണമെന്ന് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ അദ്ദേഹം പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ മാർക്സിസ്റ്റ് ആശയത്തിൻ്റെ സമുന്നതനായിരുന്ന നേതാവായിരുന്ന EMS നമ്പൂതിരിപ്പാട് പോലും എന്താ അവസാനം പറഞ്ഞത്? ഇതൊക്കെ മുകളിലൊരാൾ കാണുന്നുണ്ട് എന്ന്. അഥവാ ഇവരൊക്കെ അള്ളാഹു ഇല്ല, ദൈവമില്ല, യേശുവില്ല എന്ന്
പ്രത്യക്ഷമായി പറയുന്നുണ്ടെങ്കിലും അത് നിഷേധിക്കാൻ എന്ത് ചെയ്യില്ല, ആർക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ ഈ ഈമാനു ബില്ല യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നിയന്ത്രിക്കാൻ വേറെ ആരുടെയും ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അള്ളാഹുവിലൊരു വിശ്വാസി വിശ്വസിക്കുകയാണ്, അള്ളാഹുവിലും ഉള്ള വിശ്വാസവുമായി ഒരു മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ നിയന്ത്രിക്കാൻ പോലീസിൻ്റെയോ പട്ടാളങ്ങളുടെയോ ആ രൂപത്തിലുള്ള ആരുടെയും ആവശ്യമില്ല. കാരണം എന്താ, അവൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അവൻ്റെ ജീവിതത്തിലുള്ള അവന് പോകേണ്ട മാർഗരേഖ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ്. ആ വഴിയിൽ അവൻ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിയമലംഘനങ്ങൾ വരുന്നില്ല. അവൻ ആരെയും പേടിക്കേണ്ട അവസ്ഥ വരുന്നില്ല. കാരണം അവൻ പേടിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമാണ്. ഇനി അള്ളാഹുവിലേക്കുള്ള വിശ്വാസം എന്ന ഹെഡിങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒന്നാമതായി ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് ആർക്കും അഭിപ്രായത്തിൽ അള്ളാഹു ഉണ്ട്. പക്ഷേ ഒന്നാമതായി നമ്മൾ വിശ്വസിക്കേണ്ടത് അൽ ഈമാനു ബി വുജൂദില്ല, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഈ അസ്തിത്വം എങ്ങനെ നമുക്ക് ബോധ്യപ്പെടുക? അള്ളാഹു ഉണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ നിരീശ്വരവാദികളായ ആളുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ദൈവമുണ്ട് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ഒരു ശുദ്ധ പ്രകൃതിയിലാണ്. ഏതാ ശുദ്ധ പ്രകൃതി എന്നുള്ളത്? ഇസ്ലാമാണ്. ഫഅബവാഹു, അവൻ്റെ രക്ഷിതാക്കളാണ്, യുവഹിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. പിന്നെ അവൻ എന്ത് ചെയ്യുന്നത്? ക്രിസ്ത്യനാക്കുന്നത്, തൗഹീദിൻ്റെ ആളാക്കുന്നത്, ജൂതനാക്കുന്നത്, എല്ലാം ആക്കുന്ന ആരാണ്? അവൻ്റെ സാഹചര്യങ്ങളാണ്. അഥവാ ഈ ലോകത്ത് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ അവൻ ഇസ്ലാമികമായ ഒരു ഫിത്രത്തോടു കൂടിയാണ് ജനിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആലമുൽ അർവാഹിൽ വെച്ച് മുഴുവൻ റൂഹുകളും സമ്മതിച്ച ഒരു കാര്യമാണെന്ത്? അള്ളാഹു ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൻ്റെ കലിമ. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ എന്തില്ല? സംശയമില്ല. ഇനി ഈ അള്ളാഹുവിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടാൻ ചില വഴികളുണ്ട്. എങ്ങനെയൊക്കെയാണ് അത് ബോധ്യപ്പെടുക? ഒന്ന്, ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് അള്ളാഹുവിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടാൻ സാധിക്കും. ബുദ്ധി എങ്ങനെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കുക? ഇപ്പം നമ്മൾ ഈ അറേബ്യയുടെ ഈ മണ്ണിലൂടെ, സൗദി അറേബ്യയിലൂടെ വാഹനം ഓടിക്കുന്നവരാണ് നമ്മൾ. ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ട്രാഫിക് സിഗ്നൽ, പച്ച ലൈറ്റ് കത്തിയാൽ മുഴുവൻ വാഹനങ്ങളും, അല്ലെങ്കിൽ പച്ച ലൈറ്റ് സിഗ്നൽ കിട്ടിയ ഭാഗത്തേക്ക് വാഹനം പോകുന്നു. ചുവന്ന സിഗ്നൽ കിട്ടിയ ഭാഗത്ത് നിന്ന് ലൈറ്റ് നിന്ന് കഴിഞ്ഞാൽ അവിടെ വാഹനങ്ങൾ നിൽക്കുന്നു. ആലോചിക്ക്, നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉള്ള ഏരിയകളിലേക്ക് പോയാൽ സിഗ്നലൊന്നും ഇല്ലാത്ത ജംഗ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. 4 ഭാഗത്ത് നിന്ന് എപ്പോഴും വണ്ടി വരാം, എന്തും സംഭവിക്കാം. ഈ സിഗ്നൽ സംവിധാനത്തിന് ഒരു ഏതാനും നിമിഷം ഒരു മിസ്റ്റേക്ക് പറ്റി ഞങ്ങൾ ആലോചിച്ച് നോക്കി. ഇലക്ട്രിക് സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്ന് ഒറ്റ നിമിഷത്തിൽ എല്ലാ ലൈറ്റും പച്ചയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആലോചിച്ച് നോക്ക്. വലിയൊരു അപകടം ഉണ്ടാവും, വലിയൊരു അപകടം ഇവിടെ ഉണ്ടാവും. അത് മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലേ, ആകാശത്തിലൂടെ എത്രയോ ടൺ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് പറന്നു പൊങ്ങുന്ന ഫ്ലൈറ്റുകൾ, ഒരു ചെറിയ ഫോൾട്ട് വന്നാൽ, ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് താഴേക്ക് പതിക്കും. യാതൊരു സംശയവും അതിലില്ല. എങ്കിൽ ഈ കാണുന്ന ഭൂമിയും അതിലുള്ളതും അതിൻ്റെ അടിയിലുള്ളതും അതിന് മുകളിലുള്ളതും കൃത്യമായി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, കൃത്യമായി സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന
കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇല്ല എന്ന് ഇവർക്ക് അങ്ങനെ പറയാൻ കഴിയും? ആർക്ക് നിഷേധിക്കാൻ കഴിയും? ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ്, ഒരു ബിഗ് ബാങ് തിയറിയിലൂടെ ഉണ്ടായതാണ് എന്ന് പറയാൻ ആർക്ക് കഴിയും? ഇവിടെയാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രത്തിൽ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിലെ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ ആളുകളുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സംവാദത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തു. എതിർ കക്ഷിയിലുള്ള നിരീശ്വരവാദത്തിൻ്റെ ആളുകളൊക്കെ എന്ത് ചെയ്തു? നേരത്തെ വന്നു. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ആരെ? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി. കുറേ നേരമായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവരാളുകൾക്ക് വിചാരിച്ചു, എന്ത്, അള്ളാഹു ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അദ്ദേഹം പിന്മാറി, അദ്ദേഹം മുങ്ങിയിട്ടുകൊണ്ടാണ് വരാത്തതുകൊണ്ട് എന്ന് വിചാരിച്ചങ്ങനെ നിൽക്കാം. അപ്പോഴാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി ഓടിക്കതച്ചിട്ട് ആ സദസ്സിലേക്ക് വരുന്നത്. അതിലിവർ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ കുറച്ച് നേരം വൈകി. നേരം വൈകാനുള്ള കാരണം എനിക്ക് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് എന്തുണ്ട്? ഒരു പുഴയുണ്ട്. അപ്പം ഞാൻ പുഴയുടെ അവിടെ എത്തിയപ്പോൾ എന്തില്ല? തോണിയില്ല. ഞാൻ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ പുഴവക്കത്തുള്ള ഒരു മരം എന്ത് ചെയ്തു? പുഴയിലേക്ക് വീണു. അതപ്പം തന്നെ എന്ത് ചെയ്ത്? ചീളായിട്ട് ഈർച്ചമിൽ നിന്ന് ഈർന്ന പോലെ എന്ത് ചെയ്ത്? അത് പലകകളായി. അവിടെ വെച്ച് ആ സമയം തന്നെ അതെന്ത് ചെയ്തു? ആണി അടിക്കപ്പെട്ട് ഒരു തോണിയായി. ആ തോണിയിൽ കയറിയിട്ടാണ് എന്ത് ചെയ്യണേ? ഞാൻ അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയത്, നിങ്ങൾ ക്ഷമിക്കണം. ആ തോണി ഉണ്ടാകുന്ന ആ സമയമാണ് ഞാൻ നേരം വൈകിയതെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചൂടായിട്ട് ചോദിച്ചു, അല്ല എന്ത് വിഡ്ഢിത്തങ്ങൾ പറയണേ? പുഴവക്കത്ത് നിൽക്കുമ്പോൾ ഒരു മരം വീഴുക, ആ മരം വീണ് അത് പലകകളായി മാറുക, അത് അവിടെ വെച്ച് തന്നെ ഒരു തോണിയായി മാറുക, എന്നിട്ട് ആ തോണിയിൽ കയറി നിങ്ങൾ പോരാന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഡ്ഢിത്തമാങ്ങൾ പറയണതെന്ന് പറഞ്ഞപ്പോൾ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അവരോട് ചോദിച്ചു, കഴിഞ്ഞില്ലേ നിങ്ങളെ വാദം? കഴിഞ്ഞില്ലേ നിങ്ങളെ വാദം? കാരണം ഈ ലോകം 7 ആകാശങ്ങൾ, അതിലുള്ള കോടിക്കണക്കിന് വരുന്ന നക്ഷത്രങ്ങളും ഗോളങ്ങളും ഉൽക്കകളും അങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ, ഇവ മുഴുവൻ പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ, കടല്, അതിനടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ, ഭൂമിയുടെ മുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യര്, മൃഗങ്ങൾ, ഇവയെല്ലാം ഒരൊറ്റ തിയറിയിലൂടെ വെറുതെ അങ്ങ് ഉണ്ടായതാണ് എന്ന് പറയണ നിങ്ങൾക്ക് ഒരു തോണി വെറുതെ ഉണ്ടായി എന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനൊക്കെ ഒരു നാഥനില്ലേ എന്ന് അദ്ദേഹം വളരെ സമർത്ഥമായി പഠിപ്പിച്ചു കൊടുത്തൊരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെയാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പ്രസ്, ഒരു പ്രിന്റിംഗ് പ്രസ്, ആ പ്രിന്റിംഗ് പ്രസ്സിൽ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗ് ഉണ്ടായി. ബോംബ് ബ്ലാസ്റ്റിംഗ് ഉണ്ടായത് കഴിഞ്ഞപ്പോഴേക്ക് എന്ത് ചെയ്തു? അവിടെയുള്ള ലെറ്ററുകളൊക്കെ കൂടിയിട്ടൊരു ഡിക്ഷണറി ആയി രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഇത് തന്നെയാണ് ഈ രൂപത്തിലുള്ള അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മറുപടി. കേവലം ഈമാനുബില്ല, അള്ളാഹുവിലുള്ള വിശ്വാസമെന്ന് ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ പഠിക്കുമ്പോഴേ അതിൻ്റെ അന്തസത്ത, അതിൻ്റെ ഉൾക്കാമ്പുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത് ബുദ്ധി കൊണ്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമ്മൾ ചിന്തിക്കുകയാണ് ഇതൊക്കെ വെറുതെ ഉണ്ടാകുമോ? അത് വളരെ സമർത്ഥമായ രൂപത്തിൽ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ഈ ഹദീസു ജിബിരീലിൻ്റെ ശറഹ്, അതിൻ്റെ വിശദീകരണങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, 600-700ഓളം വരുന്ന പേജുകളുടെ ഒരു കിതാബാണ്. എന്ത് ഒന്ന് മാത്രം നമ്മളിപ്പോൾ തൽക്കാലം ഞാൻ ഡിപ്പെൻഡ് ചെയ്യണ ഒരു കിതാബ് മാത്രം. ധാരാളം കിതാബുകൾ ഈ ഒരു ഹദീസിനെ മാത്രം വിശദീകരിച്ചുകൊണ്ട് അത്തരത്തിലൊരു വിശദീകരണത്തിൽ കാണാൻ കഴിയും. ഒരു കോളേജിലും പോകാത്ത, ഒരു സ്കൂളുകളിലും പോകാത്ത, ഒരു മദ്രസയിലും പോകാത്ത, ഒരു വിവരവുമില്ലാത്ത, അറേബ്യയിലെ സാധാരണ കാട്ടറബികൾ എന്ന് നമ്മൾ പറയുന്ന അഹ്റാബികൾ, മരുഭൂമിയിൽ
ഒരു ഒട്ടകത്തിൻ്റെ കാൽപ്പാട് കണ്ടാൽ അവർ പറയുമായിരുന്നു എന്ത്, ഇതിലൂടെ ഒരു യാത്രാസംഘം പോയിട്ടുണ്ട് എന്ന്. അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ അവർ പറയുമായിരുന്നു ഇതിലൂടെ യാത്രാസംഘങ്ങൾ പോയിട്ടുണ്ടെന്ന്. ഒരു കാൽപ്പാടിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ അവരാർക്കേ അറിവ് കൊടുത്തു? അവർക്ക് അള്ളാഹു കൊടുത്ത അറിവിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് മദീനത്തെ പള്ളിയിൽ. അവിടെ പ്രവാചകൻ പാരായണം ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിലെ 35, 36, 37 വചനങ്ങൾ പ്രവാചകൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖുലിഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ. ഈ വചനങ്ങൾ, സൂറത്തു തൂറിലെ വചനങ്ങൾ അള്ളാഹിന്റെ പ്രവാചകന് പാരായണം ചെയ്യുക. ഈ സമയത്ത് അന്യനാട്ടിൽ നിന്ന് ഇസ്ലാം പഠിക്കുന്നതിന് വേണ്ടി വന്ന, ഇസ്ലാമിനെ അറിയാത്ത, ഇസ്ലാമിനെ എതിർക്കുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ജുബൈർ ഇബ്നു മുത്ഇം. ഈ വചനങ്ങൾ അങ്ങ് കേട്ടപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകെ പൊട്ടാൻ തുടങ്ങി. ആലോചിച്ചു, ഖുർആനിൻ്റെ, അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ പ്രത്യേകതയാണ്. എന്താ ചോദിക്കുന്നത്? അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഇതൊക്കെ നിങ്ങളെ തന്നെ സൃഷ്ടിച്ചതാണെന്ന് പറയാണോ? ഇതിനൊന്നൊരു സൃഷ്ടാവില്ലേ? അം ഖുലിഖുസ് സമാവാതി വൽ അർദ് ബൽ ഹും ലാ യുഖിനൂൻ. ആകാശഭൂമികളൊക്കെ ഉണ്ടാക്കിയതിന് രക്ഷിതാവില്ല, ഒരു നാഥനില്ല എന്നൊക്കെ നിങ്ങൾ പറയുകയാണോ എന്ന രൂപത്തിലുള്ള സൂറത്തു തൂറിലെ വചനങ്ങൾ കേട്ടപ്പോൾ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പറയുന്നു, ഏത് ജുബൈർ ഇബ്നു മുത്ഇം എന്ന ഒരു സാധാരണ മനുഷ്യനെ ഇലാ യൗമുൽ ഖിയാമ റളിയല്ലാഹു അൻഹുമെന്ന് മുസ്ലിം ലോകം സ്മരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ച സംഭവമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, കാദ ഖൽബി അൻ യതീർ, എൻ്റെ ഹൃദയം കിടന്നിങ്ങനെ പറക്കാൻ തുടങ്ങി എന്ന് അദ്ദേഹം പറയുന്നത്. അതെന്താ ചോദിക്കണത്? ആ ചോദ്യമാണ്, നിങ്ങളൊക്കെ ആണ് തന്നെ ഉണ്ടായതാണോ, അല്ല ഇതിനൊന്നൊരു രക്ഷിതാവില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണ് ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷണത്തിന് കാരണം. ആ ചോദ്യമാണ് അവിടെ ഏറ്റവും പ്രസക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാനുള്ള മൂന്നാമത്തെ ഒരു വഴി എന്നുള്ള, രണ്ടാമത്തെ വഴിയാണ് നമ്മൾ ബുദ്ധിപരമായ തെളിവുകൾ സൂചിപ്പിച്ചത്. അവിടെയാണ് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചത്. മൂന്നാമത്തെ ഒരു വഴി, അള്ളാഹുവിൻ്റെ വുജൂദിനെ ബോധ്യപ്പെടാനുള്ള മൂന്നാമത്തെ വഴി എന്നുള്ളത് മതപരമായ തെളിവുകൾ അത് നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ്? വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ. വിശുദ്ധ ഖുർആനിലെ ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നമ്മൾ പഠിക്കാൻ കഴിയും, അല്ലേ? വഹുവല്ലദീ മറജൽ ബഹ്റൈനി ഹാദാ അദ്ബുൻ ഫുറാത്തുൻ വഹാദാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ ബർസഖുൻ വഹിജ്റുൻ മഹ്ജൂറാ. വിശുദ്ധ ഖുർആൻ 25-ാമത്തെ അധ്യായം 53-ാമത്തെ വചനം, സൂറത്തുൽ ഫുർഖാനിൻ്റെ 53-ാമത്തെ വചനം. അള്ളാഹു കടലുമായി ബന്ധപ്പെട്ട കാര്യം പഠിപ്പിക്കണേ. കടലിൻ്റെ ഒരു ഭാഗത്ത് ഉപ്പുവെള്ളം, മറുഭാഗത്ത് നല്ല ശുദ്ധമായ വെള്ളം, അതിനിടക്ക് ഒരു മറ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, വഹുവല്ലദീ മറജൽ ബഹ്റൈൻ ഹാദാ ഹദ്ബുൻ ഫുറാത്ത് വഹാദാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ മർസഖൻ. അതിനിടയിൽ ആരാ ഒരു മറയിട്ടത് എന്ന് വിശുദ്ധ ഖുർആനോട് അള്ളാഹു ചോദിക്കുക. അവിടെ വിശുദ്ധ ഖുർആനിൻ്റെ ആ ആയത്തിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന ചർച്ചകൾ ഏറെക്കാലം ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചതാണ്. വലിയ വലിയ സംഭവ വികാസങ്ങൾക്ക് ഇസ്ലാമിക പണ്ഡിതന്മാരെ പോലും ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ
ജയിലിൽ തുറുങ്കിലടക്കപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം സംഭവങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് ശാസ്ത്രരംഗത്ത് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ ഭൂമി ഉരുണ്ടതായിട്ട് കാണുന്നു, പക്ഷേ നമുക്ക് ഭൂമി പരന്നതാണ്. നമുക്ക് എവിടെയും ഓടാം, ചാടാം, ബിൽഡിങ്ങുകൾ പണിയാം, പക്ഷേ അസ്തിത്വപരമായിട്ട് ഭൂമി ഉരുണ്ടതാണ്. അപ്പോൾ അവിടെയാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദൻ വജഅല ലക്കും ഫിഹാ സുബുലൻ ലഅല്ലക്കും തഹ്തദൂൻ. ഭൂമി ഒരു തൊട്ടിലാക്കി തന്നു, ഭൂമി ഒരു വിരിപ്പാക്കി തന്നു. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അഥവാ അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ ഉള്ള ഒരു വഴിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. അള്ളാഹു നമ്മളോട് ചോദിക്കുന്നില്ലേ, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. നിങ്ങൾക്ക് കേൾവി ശക്തിയും കാഴ്ച ശക്തിയും ഒക്കെ തന്നതാരാ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും തരാൻ കഴിയോ? കാതുണ്ടായിട്ടും കേൾക്കാൻ കഴിയാത്തവർ നമുക്കിടയിൽ തന്നെ എത്രയോ ആളുകളുണ്ട്. കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്കാർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? ഒരു പക്ഷേ വേറെ എന്തെങ്കിലും രൂപത്തിലുള്ള അപകടങ്ങളോ മറ്റോ ഒന്ന് നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ നമുക്ക് ആ രൂപത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേയും അവിടെയും അള്ളാഹുവിൻ്റെ വിധിയാണ് അവസാനത്തെ തീരുമാനം, അല്ലേ? ഞാൻ കഴിഞ്ഞ നമ്മുടെ വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ ആ സംഭവങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. 29 കൊല്ലം ഒരുമിച്ച് ജീവിച്ച 2 വ്യക്തികൾ. എന്താ അവിടെ പ്രത്യേകത? 2 ഉടലാണ്, തലയും 2 ഉണ്ട്, പക്ഷേ തല ഒന്ന് കൂടി നിൽക്കുന്നു. ഒരാൾക്ക് ബാത്റൂമിൽ പോകുന്നെങ്കിൽ 2 ആളും പോകുന്നു, ഒരാൾക്ക് കിടക്കണമെങ്കിൽ 2 ആളും കിടക്കണം. 29 കൊല്ലം കഴിഞ്ഞിട്ട് അവർക്ക് തോന്നുന്നത് ഒന്ന് വേർപ്പെടണം. അവരുടെ ബ്രെയിനാണ്, അവരുടെ തലച്ചോറാണ് തമ്മിൽ ഒട്ടിയിരുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു, ലോകം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹുവിൻ്റെ വിധിയാണ്, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യം. അവിടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിനെ ബോധ്യപ്പെടും. അപ്പൊ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാം, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ 4ാമത്തെ അള്ളാഹുവിൻ്റെ വുജൂദിനെ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാനുള്ള ഒരു വഴിയാണ് അനുഭവം. നമ്മളൊക്കെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാവും അള്ളാഹു ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. എങ്ങനെ? 1-2 ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞ വേഗം മനസ്സിലാകും. ഏതൊക്കെയാ സംഭവം? 3 ആളുകൾ ഗുഹയിൽ അകപ്പെട്ട ചരിത്രം നമുക്കറിയാം. ഹദീസുൽ ഗാർ, ഗുഹയിൽ കുടുങ്ങിയ ആളുകളുടെ ഹദീസ് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ സ്വഹീഹുൽ ബുഖാരി നമുക്കൊരു ബാബ് തന്നെ കാണാൻ സാധിക്കും. ഒരു യാത്രാ സംഘം, നമുക്കറിയുന്ന സംഭവമാണ്. ഒരു യാത്രാ സംഘം യാത്രയ്ക്കിടയിൽ മഴ പെയ്ത് പ്രയാസം ഉണ്ടായപ്പോൾ ഒരു ഗുഹയിൽ കയറി. അവർ ഗുഹയിൽ കയറിയതും എവിടെന്നാന്നറിയില്ല, വലിയൊരു പാറ വന്ന് ഗുഹയുടെ മുഖം അടഞ്ഞു, ഗുഹാമുഖം അടഞ്ഞു. ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് കാർ കൊണ്ട് പോകുമ്പോൾ എവിടെയും മരുഭൂമിയിൽ വണ്ടിൻ്റെ എണ്ണ കഴിഞ്ഞ് കുടുങ്ങിയാലോ മറ്റു നമുക്ക് പ്രയാസം ഉണ്ടായാൽ പല രൂപത്തിലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഹെൽപ്പ് ലൈനുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം, വയർലെസ് സംവിധാനങ്ങളുണ്ട്, എന്തും ഉപയോഗപ്പെടുത്താം. അവരുടെ കയ്യിൽ മൊബൈലില്ല, ആൻഡ്രോയിഡ് ഫോണുകളില്ല, ഒരു സംവിധാനമില്ല. 3 ആള് ആ ഗുഹയിൽ അങ്ങോട്ട് കുടുങ്ങി. ഒരു വഴിയില്ല, പുറത്തുനിന്ന് ആരെങ്കിലും സഹായം തേടാൻ ഒരു വഴിയും അവരുടെ കയ്യിലില്ല. പുറത്തു നിന്ന് ഏതെങ്കിലും സഹായം ലഭിച്ചാൽ പോലും അത്രയും വലിയ ഒരു പാറക്കെട്ട് ആ ഗുഹാമുഖത്തുനിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതും വലിയ പ്രയാസമുള്ള കാര്യം. അവരെന്താ അവിടെ തീരുമാനിച്ചത്? അവരെന്താ തീരുമാനിച്ചത്? നിങ്ങൾ പറയും. അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെ അവർ ദുആ ചെയ്തത്? അവരുടെ ജീവിതത്തിൽ 3 ആളുകളും അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനം, ഏറ്റവും അഫ്ളലായ പ്രവർത്തനം അള്ളാഹുവിനോട് അവരെടുത്തു പറഞ്ഞു. ഏതാ 1ാമത്തെ ആള് പറഞ്ഞ സംഭവം എന്തായിരുന്നു? ഒന്നാമത്തെ ആള് പറഞ്ഞ സംഭവം എന്താ? ഒന്നാമത്തെ ആള് പറഞ്ഞ സംഭവം
എൻ്റെ കീഴിൽ കുറേ ആളുകൾ ജോലി ചെയ്തിരുന്നു. ആടിനെ മേക്കൽ, പശുവിനെ മേക്കൽ, ഒട്ടകത്തെ മേക്കലൊക്കെയാണ് അവരെ പണി. ഒരു ദിവസം ഒരാൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്തില്ല, അയാളുടെ കൂലി വാങ്ങിയില്ല. അപ്പം അയാളുടെ കൂലി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരാടിനെ വാങ്ങി. കുറേ കാലം കഴിഞ്ഞിട്ട് അയാൾ വന്നില്ല. അപ്പം ആടിൻ്റെ നിങ്ങൾക്ക് അറിയല്ലോ, ആടുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും, പെറ്റു പെരുകും. കുറേ കാലം കഴിഞ്ഞിട്ട് ഇയാൾ വന്നു, എൻ്റെ കൂലി തരി, ഞാൻ അന്ന് കൂലി വാങ്ങാൻ മറന്നുപോയി, എൻ്റെ കൂലി തരികയാണ്. ഇയാളൊരു ആട്ടുംകൂട്ടത്തെ കാണിച്ചു വന്നു, അതാണ് നിങ്ങൾ കൂലി, കൊണ്ടുപോയിക്കോളി ഇറങ്ങി. അതിൽ ഈ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തെന്നെ കളിയാക്കുക, ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കൂലിയാണ് ചോദിച്ചത്. ഇയാൾ പറഞ്ഞു, എവിടെ അത് എൻ്റെ കൂലിയാ. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തു, എന്ത്, നിന്റെ കൂലി കൊണ്ട് ഞാൻ വാങ്ങിയ ആടാണ്, പെറ്റ് പെരുകി. അപ്പം ഇയാൾ പറയണം, അള്ളാഹുവേ, എനിക്ക് വേണമെങ്കിൽ അയാൾ അന്നത്തെ ഒരു ദിവസത്തെ കൂലി കൊടുത്താൽ മതി, പക്ഷെ ഞാൻ എന്തുകൊണ്ട് അള്ളാഹുവേ ആ ഒരു പ്രവൃത്തി ചെയ്ത് നിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടാ. ഇനി വേണ്ട, ആ ഒരൊറ്റ ആട് കൊടുത്താൽ മതി, ആ കൂലിക്ക് പകരം അന്ന് വാങ്ങിയ ഒരു ആട് കൊടുത്താൽ മതി. പക്ഷെ അയാൾ പറയണം, അള്ളാഹുവേ, ഞാനത് ചെയ്തത് നിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് എൻ്റെ പ്രവർത്തനത്തെ നീ സ്വീകരിക്കണം, ഈ ഒരു ബുദ്ധിമുട്ടുന്ന ഞങ്ങളെ ഒഴിവാക്കി തരണം. അടയാളം കണ്ടു എന്ത്, പാറ ഒരൽപ്പം നീങ്ങി. രണ്ടാമത്തെ ആളുടെ സംഭവം എന്തായിരുന്നു, നേരത്തെ പറഞ്ഞ അതേ സംഭവം, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട സംഭവം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നും രാത്രി വരുമ്പോൾ പാല് കൊണ്ടുവരും, പാല് കൊണ്ടുവന്ന് എൻ്റെ ഉമ്മക്കും, വയസ്സായ എൻ്റെ ഉപ്പക്കും ഉമ്മക്കും കൊടുത്തിട്ടേ എൻ്റെ മക്കൾക്കും കുടുംബത്തിനും ഞാൻ കൊടുക്കാറുള്ളൂ. ഒരു ദിവസം ഞാൻ വന്നു, വളരെ നേരം വൈകി വന്നു. അപ്പോഴേക്ക് മക്കളും ഭാര്യ എല്ലാവരും വിശന്ന് പ്രയാസപ്പെട്ട് നിൽക്കുക. പക്ഷേ ചെന്ന് നോക്കുമ്പോൾ ഉപ്പയും ഉമ്മയും ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് കൊടുക്കാതെ ഞാൻ എന്ത് ചെയ്യില്ല, എൻ്റെ മക്കൾക്കും കുടുംബത്തിനും ഞാൻ കൊടുക്കൂല. പക്ഷെ അവരെ ഉറക്കം പ്രയാസപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. അവർ ഉണരുന്നത് വരെ ഞാൻ എന്ത് ചെയ്തു, കാത്തിരുന്നു. അവർ ഉണർന്ന് എണീറ്റ ശേഷം അവർക്ക് പാല് കൊടുത്തിട്ടാണ് അള്ളാഹുവേ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ പാല് കൊടുത്തത്. ആ ഒരു പണി ഞാൻ ചെയ്തത് അല്ലേ. നമ്മളൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റേജാണ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവർ ഇനി എണീക്കുമ്പോൾ കഴിച്ചോളും എന്നല്ല നമ്മൾ പറയാം. പക്ഷേ അദ്ദേഹം പറയുന്ന, അള്ളാഹുവേ, ഞാൻ ആ പ്രവർത്തനം ചെയ്തത് നിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഒരു പ്രയാസത്തിൽ ഞങ്ങൾ ഒഴിവാക്കി തരണം. പാറെന്ത് ചെയ്തു, അല്പം നീങ്ങി. മൂന്നാമത്തെ ആളുടെ പ്രാർത്ഥന എന്തായിരുന്നു, അത് നിങ്ങൾ പറയും. ഓക്കെ, സംഭവം എന്താ, ഒരു മനുഷ്യൻ പറയാണ്, അള്ളാഹുവേ, എൻ്റെ കുടുംബത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ടൊരു പെണ്ണ്. അവളെ ഏറ്റവും സുന്ദരിയായ ഒരു സഹോദരി, അവളെ അനുവദനീയമല്ലാത്ത മാർഗത്തിൽ സ്വന്തമാക്കി, അനുവദനീയമല്ലാത്ത മാർഗത്തിൽ ഉപയോഗിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടു. പലർക്കും ഞാൻ ശ്രമിച്ചു, നടന്നില്ല. അവസാനം ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഒരു 100 ദീനാർ കടം ചോദിച്ചുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് വന്നു. ഇയാൾ പറയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു 100 ദീനാർ തരാം, പക്ഷേ ഇങ്ങനൊരു കാര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ആ സഹോദരി അത് സമ്മതിച്ചു. പക്ഷേ ആ സംഭവത്തോട്, അത്തരത്തിലൊരു വീഴ്ചക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായി ആ സഹോദരി പറഞ്ഞു, ഇത്തഖുല്ലാ, നീ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ? ഒരൊറ്റ ചോദ്യം എന്നോട് ചോദിച്ച, അള്ളാഹുവേ, ഞാൻ എൻ്റെ 100 ദീനാറും കളഞ്ഞു, എൻ്റെ ആഗ്രഹവും ഞാൻ മാറ്റിവെച്ചു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അള്ളാഹുവേ, ഞാൻ ആ പണി ചെയ്തത് നിന്റെ മാത്രം പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. ആര്? മൂന്നാമത്തെ ആള്. ആ പാറ അവർക്ക് പോകാൻ, അവർക്ക് ആ ഗുഹയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന പാകത്തിൽ മാറി നിൽക്കുകയും അവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുക അല്ലേ. ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏത് രൂപത്തിലാ അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുക, അപ്പം നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു ഉണ്ടെന്ന്.
ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിൻ്റെ 61 മുതൽ 64 വരെയുള്ള വചനങ്ങൾ നമ്മളൊക്കെ പല ആവർത്തി കേട്ടതാണെങ്കിൽ പോലും അള്ളാഹു ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി സ്വീകരിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅ വയക്ശിഫു സ്സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. അള്ളാഹുവിൻ്റെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅ ഫയക്ശിഫു സ്സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. അള്ളാഹുവിൻ്റെ ചോദ്യമാണ് നമ്മളോട്. കഷ്ടപ്പെട്ടവൻ വിളിക്കുമ്പോൾ അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅ, അവന്റെ പ്രയാസം നീക്കിക്കൊടുക്കാൻ, അവന്റെ ബുദ്ധിമുട്ട് നീക്കിക്കൊടുക്കാൻ അഇലാഹും മഅല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹുണ്ടോ? അല്ലാഹു അല്ലാതെ ആരാണ് ആ പ്രയാസം നീക്കിക്കൊടുക്കാൻ കഴിയുക? ഈ പറഞ്ഞ സംഭവവും ഈ വിശുദ്ധ ഖുർആന്റെ ആയത്തും ഒന്ന് തട്ടിച്ചു നോക്കി ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൻ്റെ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി അനുഭവപ്പെടുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടും അള്ളാഹുവിൻ്റെ അസ്തിത്വം. വീണ്ടും അള്ളാഹു നമ്മളോട് ചോദിക്കുന്നു, അമ്മൻ യഹ്ദീകും ഫിദ്ദുലുമാത്തിൽ ബർരി വൽ ബഹർ, അമ്മൻ യഹ്ദീകും ഫിദ്ദുലുമാത്തിൽ ബർരി വൽ ബഹർ വമൻ യുർസിലിർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി അഇലാഹും മഅല്ലാഹി തആല അമ്മാ യുശ്രികൂൻ. നിങ്ങൾ കടലിലോ കരയിലോ ആകട്ടെ, എവിടെയാകട്ടെ, ഏത് ഇരുട്ടിലോ ഏത് പ്രയാസത്തിലോ ആകട്ടെ, നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അമ്മൻ യഹ്ദീകും ഫിദ്ദുലുമാത്തിൽ ബർരി വൽ ബഹർ, ഏത് ഇരുട്ടിലോ ഏത് കടലിലോ ഏത് പ്രയാസത്തിലോ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ വമൻ യുർസിലിർ റിയാഹ ബുശ്റൻ ബൈന യദൈ, നിങ്ങൾക്ക് വഴി കാണിക്കുകയും നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യാൻ അല്ലാഹു അല്ലാതെ ആരുണ്ടടോ? അഇലാഹും മഅല്ലാഹ്. എത്ര വലിയ വയർലെസ് സംവിധാനങ്ങളോ എത്ര വലിയ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അല്ലാഹുവിൻ്റെ അസ്തിത്വം നമ്മുടെ ജീവിതങ്ങളിൽ, നമുക്ക് ജീവിതത്തിൻ്റെ മേഖലകളിൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെയും. അല്ലാഹുവിൻ്റെ അൽ ഈമാനു ബി വുജൂദില്ല, അത് അനുഭവങ്ങളിലൂടെ നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന സംഭവങ്ങളാണ്. പിന്നീട് ഒരു വഴി എന്നുള്ളത്, അഞ്ചാമത്തെ ഒരു വഴി എന്നുള്ളത് അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളിൽ നിന്ന് എന്ത് ചെയ്യും നമുക്ക് ബോധ്യപ്പെടും. അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു അറാബി വന്നുകൊണ്ട് പ്രവാചകരെ മഴയില്ല എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം. ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബി മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുക, നബിയെ മഴയില്ല, നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, എന്ത്? അല്ലാഹുമ്മ അഇസ്നാ ഗൈസൻ മുഈസ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യണം? മഴ നൽകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ പറയാൻ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് ആകാശത്തിന് മുകളിൽ ഒരിറ്റു പോലും മേഘത്തുള്ളികൾ ഉണ്ടായിരുന്നില്ല എന്നും, എന്നാൽ പ്രവാചകന്റെ പ്രാർത്ഥനയോടുകൂടി മദീനക്ക് ചുറ്റും വലിയ ശക്തമായ മഴ ലഭിക്കാൻ തുടങ്ങിയെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. ആ മഴ ഒരാഴ്ച നീണ്ടു നിന്നു. പിറ്റത്തെ വെള്ളിയാഴ്ച ഇതേ മനുഷ്യൻ പ്രവാചകൻ ഖുത്ബ പറയുമ്പോൾ വീണ്ടും കടന്നു വന്നു, നബി ഇനി മഴ മതി, പ്രയാസത്തിലായി, ജന്തുക്കളൊക്കെ ചത്തുടങ്ങാൻ തുടങ്ങി, അതുകൊണ്ട് മഴ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ മിമ്പറിൽ നിന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ ഞങ്ങൾക്ക് മതി, ഇനി മദീനയുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് ഈ മഴ ഒന്ന് നീ മാറ്റി കൊടുക്ക്.
ചരിത്രം നമുക്ക് കാണാം. മദീനക്ക് മുകളിൽ ഒരു കുട പിടിച്ചതുപോലെ മദീനയുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് മഴ മാറിപ്പോയി എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബികൾ റളിയല്ലാഹു അൻഹും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് പ്രവാചകന്റെ മുഅ്ജിസത്താണ്. അതിലൂടെ ബോധ്യപ്പെടുകയാണ്. പ്രവാചകന്റെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബിയുടെ മുഅ്ജിസത്ത് മാത്രം വിശദീകരിക്കാൻ കുറേ സംഭവമുണ്ട്. ഇസ്രാ മിറാജ് യാത്രകൾ, പ്രവാചകൻ കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത സംഭവങ്ങൾ ഒക്കെ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ നമുക്ക് രണ്ട് സുന്നത്തുകൾ ഈ ഹദീസിൽ നിന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഒന്ന്, മഴയില്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഈസനാ ഗൈസൻ മുഈസ. മഴ പെയ്യുന്ന സമയത്ത് മുത്തിർനാ ബിഫളില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഫളിൽ കൊണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടിയെന്നും പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മുടെ സമീപമായ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ജിദ്ദ പോലുള്ള പ്രദേശങ്ങളിൽ മഴ പെയ്തുകൊണ്ട് വലിയ പ്രയാസത്തിലാണ് ആളുകൾ. താമസ സ്ഥലങ്ങളിൽ പോലും കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ വെള്ളം കയറി പ്രയാസത്തിലാണ്. സ്വാഭാവികമായും ആരും എന്ത് ചെയ്യും? വല്ലാത്തൊരു മഴ, നശിച്ച മഴ എന്ന് പറയും. പക്ഷേ ഒരു വിശ്വാസി അത് പറയരുത്, പറയാൻ പാടില്ല. ഒരു പക്ഷേ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ കാലാവസ്ഥാ നിരീക്ഷകരും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നമ്മുടെ ഭാഗങ്ങളിലും അത്തരത്തിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഇടങ്ങാറുണ്ടാക്കല്ലേ, പ്രയാസപ്പെടുത്തല്ലേ നാഥ, ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ഈ മഴയെ മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ അല്ലാഹുവേ അല്ലാഹുമ്മ സയ്യിബൻ നാഫിയാൻ, അല്ലാഹുവേ ഉപകാരമുള്ള മഴ ഞങ്ങൾക്ക് കൊണ്ടോ, ഉപകാരം ഉണ്ടാകുന്ന മഴ ഞങ്ങൾക്ക് നൽകണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായും സ്വീകാര്യമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അത് പ്രവാചകന്റെ മുഅ്ജിസത്തുകളിലൂടെ, അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹുവിൻ്റെ അസ്തിത്വം നമുക്ക് ബോധ്യപ്പെടും. ഒരു സംഭവം കൂടി ഞാൻ പറയാം. ധാരാളം സംഭവങ്ങളുണ്ട് കേട്ടോ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പല രൂപത്തിലുള്ള പ്രയാസങ്ങളും സഹിച്ചു. ഫിർഔൻ പറഞ്ഞു ഞാനാണ് റബ്ബ്, നിന്റെ അള്ളാഹു അല്ല റബ്ബ് എന്ന് പറഞ്ഞ് പല രൂപത്തിലുള്ള പ്രയാസങ്ങളും മൂസാ നബി അലൈഹിസ്സലാമിക്കും ബനു ഇസ്രായേൽ സന്തതികൾക്കും കൊടുത്തു. വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി. അവസാനം അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ച് മൂസാ നബിയും അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അവര് ഇവിടെ നാട് വിട്ടു പോവുകയാണ്. വിവരമറിഞ്ഞ ഫിർഔനും സംഘവും സർവ്വ സന്നാഹങ്ങളോടും കൂടി അവരെ പിറകെയുണ്ട്. അവസാനം ഇവരെവിടെ എത്തിച്ചേർന്നു? ഒരു കടലിന് മുമ്പിൽ എത്തിച്ചേർന്നു. തൊട്ട് മുന്നിൽ കടല്, പിറകൽ സർവ സന്നാഹങ്ങളുമായി ഫിർഔനും സംഘവും. നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക്, അല്ലേ? ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. മൂസാ നബി അലൈഹി സ്വലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, മൂസാ നബിയെ ഇനി രക്ഷയില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും? പിടിക്കപ്പെട്ട് തന്നെ, അല്ലേ? പക്ഷേ അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ റബ്ബുണ്ട്, അതുകൊണ്ട് എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും. അള്ളാഹു വടി കടലിലടിക്കാൻ പറഞ്ഞു. കടല് ചരിത്രത്തിലെവിടെയും നമുക്ക് കാണാൻ കഴിയും അങ്ങനത്തെ ഒരു സംഭവം. എല്ലാം ഇന്ന് ശാസ്ത്രം പലപ്പോഴും ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? അള്ളാഹുവിനെ നിഷേധിക്കാൻ പല രൂപത്തിലുള്ള ക്ലോണിങ് പ്രവർത്തനം, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എതിർക്കാനും മറ്റുമായിട്ട് ക്ലോണിങ്ങിൻ്റെ പ്രവർത്തനം ചെയ്തു. മഴ ഉണ്ടാക്കി കാണിച്ചു നോക്കി, പലതും ചെയ്തു നോക്കിയിട്ടുണ്ട്. ഈ മാജിക് ആർക്കും ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ലല്ലോ. അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ ആ മുഅ്ജിസത്തിലൂടെ അള്ളാഹു ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ്, അല്ലേ? കടലിൽ മുങ്ങിച്ചാകുന്ന സമയത്ത് ഫിർഔനും പറഞ്ഞു, അള്ളാഹുവെ ഞാൻ വിശ്വസിക്കാം, പക്ഷേ അള്ളാഹു പറഞ്ഞു എൻ്റെ സമയം കഴിഞ്ഞു, ഇനി അവസരമില്ല എന്ന് പറഞ്ഞ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് അള്ളാഹുവിൻ്റെ
അൽ ഈമാനു ബി വുജൂദില്ല. ധാരാളം ചരിത്ര സംഭവങ്ങൾ. ബദറിൻ്റെ ചരിത്രം നമുക്കറിയാം. 300 ചില്ലാനം വരുന്ന സഹാബികളെയും കൊണ്ട് 1000-ലധികം വരുന്ന ശത്രു സൈന്യത്തോട് പ്രവാചകൻ യുദ്ധത്തിലേക്ക് ഇറങ്ങുക. അവിടെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുമ്പോൾ വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. ബദറിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചു. അവിടെ സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്കൊരു കരുത്തേകുന്നതിന് വേണ്ടി, അവരുടെ ഈമാൻ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അള്ളാഹു ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകളിലൂടെ നമുക്കെന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, അള്ളാഹു ഉണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക്, ബാക്കി വിശദീകരണങ്ങളിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകാം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ പ്രവർത്തനത്തെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.